نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ശക്തമായ ഭാഷയിൽ ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കോരോ സെക്കൻഡിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക് ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് നന്ദി കാണിക്കുന്ന, ശുക്ർ പ്രകടിപ്പിക്കുന്ന സജ്ജനങ്ങളുടെ, സദ്വൃത്തരുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ദിവസങ്ങളിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു ഏറെ ബർക്കത്തുകൾ ചൊരിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം ഉള്ളത്. ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം പ്രത്യേകതകളും സവിശേഷതകളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം അത് ദിവസങ്ങളുടെ നേതാവാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന യൗമൽ ജുമുഅതി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ തലയാണ്, ഹെഡാണ് വെള്ളിയാഴ്ച ദിവസം. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഈ സുദിനം ഒരു സാധാരണ ദിവസമല്ല, മറിച്ച് മുസ്ലിമീങ്ങളെല്ലാം ഒരാഴ്ചയിൽ ഒരുമിച്ചുകൂടി സന്തോഷിക്കുന്ന ആഘോഷ ദിവസമാണ് വെള്ളിയാഴ്ച സുദിനം എന്നത്. അതാണ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയത്
ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കായി അള്ളാഹു നിശ്ചയിച്ച ഈദിന്റെ ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നത്. സഹോദരങ്ങളെ, ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ചുകൂടുന്ന, ലോക മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ സംഗമം എന്ന് പറയുന്നത് നമുക്കറിയാം, അറഫ സംഗമമാണ്. അറഫ സംഗമം കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ഒരുമിച്ചുകൂടൽ, ഒത്തുചേരൽ എന്ന് പറയുന്നത് ആഴ്ചയിൽ നമ്മളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ള ഈ വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യകരമായ, ശ്രേഷ്ഠകരമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നത്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറു യൗമിൻ ത്വലഅതു അലൈഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ വലാ തഖൂമു സ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ ദിവസമാണ് വെള്ളിയാഴ്ച. ഈ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ഈ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്. ഈ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, തൗബ ചെയ്തത്. ഈ ദിവസത്തിൽ തന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തും നമ്മൾ പഠിച്ചതാണ് ഹദീസുകളിലൂടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലാ തഖൂമുസ് സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ജുമുഅ ദിവസത്തിലാണ് ലോകാവസാനം നടക്കുന്നത്. ജുമുഅ ദിവസത്തിലാണ്, വെള്ളിയാഴ്ച ദിവസത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളും പേടിച്ചിട്ടാണ് ഈ ദിവസത്തിൽ കഴിയുന്നത് എന്ന് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഫീഹി തഖൂമുസ് സാഅ മാ അലാ വജ്ഹിൽ അർളി മിൻ ദാബാ ഇല്ലാ വഹിയ തുസ്ബിഹു യൗമൽ ജുമുഅത്തി മുസീഖാ. അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ പർവ്വതങ്ങളാവട്ടെ, ആകാശങ്ങളാവട്ടെ, ഭൂമിയാവട്ടെ, കടലാവട്ടെ, സമുദ്രമാവട്ടെ, കാറ്റാവട്ടെ, മലക്കുകളാവട്ടെ, അവരെല്ലാം പേടിച്ചുകൊണ്ടാണ്, ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഈ ദിവസത്തിന് ധാരാളം പ്രത്യേകതകൾ, ധാരാളം സവിശേഷതകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്, പ്രത്യേകതയാണ്, ഈ ദിവസത്തിൽ ആരാണോ മരണപ്പെട്ടത് അയാൾക്ക് ഖബറിൽ നിന്ന് സുരക്ഷിതത്വമുണ്ട്. ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേക കാവലുണ്ട്. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാ അല്ലാഹു ഫിത്നത്തൽ ഖബർ. ജുമുഅ ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാവിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ഫിത്നയിൽ നിന്ന് പ്രത്യേക കാവലും സംരക്ഷണമുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. അതേസമയം ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോവരുത്, ഒരു മുശ്രിക്ക് മരിച്ചാൽ, ഒരു കാഫിർ മരിച്ചാൽ, ഒരു മുബ്തദിയായ ഒരാൾ മരിച്ചാൽ, ഒരു ഫാജിറോ ഫാസിക്കോ അയാൾ മരിച്ചാൽ അയാൾക്ക് ഖബറിൽ നിന്ന് രക്ഷയില്ല, സുരക്ഷിതത്വമില്ല. വെള്ളിയാഴ്ച ദിവസം മരിച്ചു എന്നതുകൊണ്ട് പ്രത്യേക കാവലോ സംരക്ഷണമോ ഇല്ല. അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ശരിയായ വിശ്വാസത്തോടെ സൽക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചവനാരോ, ആ നിലയിൽ മരണപ്പെട്ടവനാരോ, അയാൾക്ക് ഖബറിൽ നിന്ന്, വെള്ളിയാഴ്ച ദിവസമാണ് മരണപ്പെട്ടതെങ്കിൽ ഖബറിൽ നിന്ന് രക്ഷയുണ്ട്, ഖബർ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഒരു സമുദായത്തിനും ലഭിച്ചിട്ടില്ലാത്ത, നസാറാക്കൾക്കോ യഹൂദികൾക്കോ ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി
നമുക്ക് ഈ ദിവസത്തെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഈ ദിവസത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം, ഈ ദിവസത്തിന് നമ്മൾ കൊടുക്കേണ്ടുന്ന അർഹമായ പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് പോകണം, വെള്ളിയാഴ്ച ദിവസമായാൽ പള്ളിയിലേക്ക് പോകണം എന്നതിനപ്പുറത്ത് ഈ വെള്ളിയാഴ്ചക്ക് കൊടുക്കേണ്ടുന്ന ശ്രേഷ്ഠത, മഹത്വം നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും നമ്മുടെ ഇടപഴക്കത്തിലുമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ ഒരുപാട് മര്യാദകൾ, അദബുകൾ ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു മുസ്ലിമത്തായ പെണ്ണ് എന്ന നിലയിൽ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ്, തയ്യാറെടുക്കുക എന്നതാണ്. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതേപോലെ ഒരു യാത്ര പോവുകയാണെങ്കിൽ, ഒരു ടൂർ പോവുകയാണെങ്കിൽ, ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുന്നു. അതേപോലെ നമ്മുടെ കല്യാണമാണ് നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്നതെങ്കിൽ എത്ര ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തുന്നത്. എന്നാൽ അതിനേക്കാളേറെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ആത്മാർത്ഥതയോടുകൂടി നടത്തേണ്ടുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. നമ്മൾ നടത്താറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്താണ് ഒന്നാമത്തെ ഒരുക്കം? ഒന്നാമത്തെ ഒരുക്കം എന്നാൽ നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് വ്യാഴാഴ്ചയിലെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ്, മഗ്‌രിബിന്റെ സമയം ആകുന്നതോടുകൂടിയാണ്. അത് അവസാനിക്കുന്നതോ വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബാകുന്നതോടുകൂടിയാണ്. വെള്ളിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ആ ദിവസം അവസാനിക്കുകയാണ്. ഒന്നാമത്തെ ഒരുക്കം എന്താണ്? സൂറത്തുൽ കഹ്ഫിന്റെ പാരായണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅത്തി അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. ആരാണോ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നത്, അവൻ 2 ജുമുഅകൾക്കിടയിൽ അവൻ ഓതിയ, ഏത് ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ് ഓതിയത്, അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അവന് പ്രകാശം ഇട്ടുകൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. പ്രകാശം ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചു, വ്യാഖ്യാനിച്ചു. മാനിയല്ലഹു മിനൽ മആസി, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു അവന് കൊടുക്കും എന്നതാണ്. അതേപോലെ ഹാദിയൻ ഇലസ്സവാബി മാ ബൈനൽ ജുമുഅത്തൈനി, 2 ജുമുഅകൾക്കിടയിൽ നേരായ ദിശയിൽ, നേരായ റൂട്ടിൽ സഞ്ചരിക്കാനുള്ള ഒരു തൗഫീക്ക്, ഒരു ഭാഗ്യം അള്ളാഹു അവന് പ്രദാനം ചെയ്യുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ 2 ജുമുഅകൾക്കിടയിൽ ചെയ്തു പോയിട്ടുള്ള ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. എന്തു ചെയ്താൽ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? വ്യാഴാഴ്ച മഗ്‌രിബ് സമയം ആകുന്നതോടുകൂടി പാരായണം ചെയ്തു തുടങ്ങി, വെള്ളിയാഴ്ച മഗ്‌രിബിന്റെ സമയം വരെ നമുക്ക് സമയമുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതി തീർക്കാൻ നമ്മൾ എത്ര ആളുകൾ ഓതുന്നു, എത്ര ആളുകൾ ഈ സുന്നത്തെടുക്കുന്നു? നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. കാരണം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹ് സ്വലാത്തുസ് സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ ജമാഅ. ജമാഅത്തോടുകൂടി വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരം നിർവഹിക്കുക എന്നത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്. എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നു? എത്ര ആളുകൾ ആ നമസ്കാരം പാഴാക്കുന്നു? നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഭാര്യ, ഉപ്പമാർ, ഉമ്മമാർ പലപ്പോഴും ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ നോക്കൂ, സുബ്ഹി ജമാഅത്തിന് എന്തുമാത്രം പ്രാധാന്യമാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫീ ദിമ്മത്തില്ലാഹ്. ആരാണോ ജമാഅത്തോടുകൂടി സുബ്ഹി നമസ്കാരം നിർവഹിച്ചത്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അവൻ അല്ലാഹുവിന്റെ കാവലിലാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അള്ളാന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ഏറ്റെടുത്തവനെ. ആ ദിവസത്തിൽ അവൻ അക്രമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഏൽക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഈ ഹദീസിന്റെ ബാക്കി ഭാഗം എന്താണെന്നറിയോ? സുബ്ഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാത്ത മനുഷ്യൻ അലംഭവത്തോടെ
ഈ നമസ്കാരം ഉപേക്ഷിച്ചവൻ അല്ലാഹു അവനെ തീയിലേക്ക് വലിച്ചെറിയുമെന്നാണ്. ഏത് തീയിലേക്ക്? നരകത്തിലേക്ക് വലിച്ചെറിയും. ഫയകുബ്ബഹു ഫീ നാരി ജഹന്നം. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ ഉണ്ടാകും ആ നരകത്തീയിൽ? ചിന്തിക്കുക, ആലോചിക്കുക. സുബഹി നമസ്കാരം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, കറകളഞ്ഞ ഈമാനുള്ള ആളുകൾക്ക് ജമാഅത്തോടുകൂടി സുബഹി നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാന്റെ കാവൽ, അള്ളാന്റെ പ്രൊട്ടക്ഷൻ, അള്ളാന്റെ സംരക്ഷണം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഒരു സൃഷ്ടിയുടെ വാഗ്ദാനമല്ല, പടച്ചവന്റെ വാഗ്ദാനമാണ്. സുബഹി നമസ്കാരം ജമാഅത്തോടുകൂടി നമസ്കരിക്കുക, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലെ സുബഹി ജമാഅത്ത്. മൂന്നാമത്തെ കാര്യം, വെള്ളിയാഴ്ച നമ്മൾ ഒരുങ്ങേണ്ട മൂന്നാമത്തെ കാര്യം എന്താണ്? കുളിക്കണം എന്നതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇദാ ജാഅഹദുകുമുൽ ജുമുഅ ഫൽയഹ്തസിൽ. നിങ്ങൾ ജുമുഅയിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ അവൻ കുളിക്കട്ടെ, വൃത്തിയാവട്ടെ. പല ആളുകളും പണിയെടുത്ത് ജോലിയെടുത്ത് അതേ രൂപത്തിലാണ് പള്ളിക്ക് വരിക. അവന്റെ ഷർട്ടിൽ, അവന്റെ ഡ്രസ്സിൽ, അവന്റെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാകും, വൃത്തികേടുകൾ ഉണ്ടാകും. അതേ അവസ്ഥയിൽ പള്ളിയിൽ വന്നിരിക്കുന്നവരുണ്ട്. പാടില്ല, കുളിക്കണമെന്നതാണ്. വെള്ളിയാഴ്ച കുളിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. പ്രായപൂർത്തിയായ മുസ്ലിമായ ഓരോ മുസ്ലിമായ മനുഷ്യരും കുളിക്കുക. വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. എങ്ങനെയാണ് കുളിക്കേണ്ടത്? പൊതുവെ എല്ലാ മലയാളികളും കുളിക്കുന്നവരാണ്. പക്ഷെ വെള്ളിയാഴ്ച കുളിക്കുമ്പോ പ്രത്യേക കുളിയാണ്. അതെന്താണ്? നീയത്ത് വെക്കണം. സാധാരണ കുളി പോലെയല്ല. വെള്ളിയാഴ്ചക്ക് വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന നീയത്ത് അവന്റെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തത്, സാധാരണ എല്ലാ ദിവസവും കുളിക്കും പോലെയല്ല. ജനാപത്തുകാരൻ എങ്ങനെയാണോ കുളിക്കേണ്ടത് അതുപോലെയാണ് കുളിക്കേണ്ടത്. അതേപോലെ ഹദീസിൽ കാണാം, എണ്ണ തേച്ച് തന്നെ കുളിക്കട്ടെ എന്ന്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കാറുണ്ടോ? നമ്മുടെ മകളെ പഠിപ്പിക്കാറുണ്ടോ? മകനെ പഠിപ്പിക്കാറുണ്ടോ? നമ്മൾ തന്നെ ആത്മാർത്ഥതയോടുകൂടി കൂലി കിട്ടണമെന്ന് കരുതി നമ്മൾ ചെയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാലാമത്തെ ഒരുക്കം എന്താണ്? പല്ല് തേക്കുക എന്നതാണ്. പല്ല് തേക്കുക എന്ന് പറഞ്ഞ് ചെറിയ കാര്യമല്ല, ശക്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിന് പ്രയാസമാകും എന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ നമസ്കാരത്തിന്റെ മുന്നോടിയായി പല്ല് തേക്കണമെന്ന് കൽപ്പിക്കാത്തത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കരുതിയിട്ടാണ്. പക്ഷെ നമ്മൾ ആ നിലക്ക് ആ സുന്നത്ത് നമ്മൾ എടുക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ വസ്സിവാക്, നിങ്ങൾ പല്ല് തേക്കണം. ഇതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. അറാക്കിന്റെ കൊള്ളി കിട്ടും. ഒരു 20 രൂപ കൊടുത്താൽ, ഒരു 30 രൂപ കൊടുത്താൽ, ഒരു 50 രൂപ കൊടുത്താൽ നമുക്കത് കീശിലിട്ട് വരെ നടക്കാം. നമുക്കത് ചെയ്തുകൂടെ? നമുക്ക് വുളു എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ പല്ലുകൾ തേച്ച് വൃത്തിയാക്കിക്കൂടെ? ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കുന്നില്ലേ? വെള്ളിയാഴ്ചയിലെ പ്രത്യേക സുന്നത്ത് നമുക്ക് കിട്ടുകയില്ലേ? അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്നാണ്. പല ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഇന്നലെ കടന്നിറങ്ങുമ്പോ ധരിച്ചിട്ടുള്ള ടീഷർട്ടും കള്ളിത്തുണിയും ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും പള്ളിയിലേക്ക് വരുന്നത്. എന്ത് വൃത്തികെട്ട സംസ്കാരം! അള്ളാഹുവിനുള്ള നന്ദി കെട്ട രൂപമല്ലേ അത്? കാരണം അള്ളാഹു തന്ന പണം, അള്ളാഹു തന്ന ആരോഗ്യം, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കേണ്ടതിന് പകരം അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയാണ്. അള്ളാഹു തന്ന പണം കൊണ്ട് നല്ല ഡ്രസ്സ് ധരിച്ച് വെള്ളിയാഴ്ച നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് വരാൻ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് തന്നെ വെള്ളിയാഴ്ച ദിവസം തന്നെ പറഞ്ഞു, നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചു വരണം. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി സ്പെഷ്യൽ 2 ഡ്രസ്സ് ഉണ്ടാവണം എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഉപദേശിക്കുകയുണ്ടായി. കഴിയുമെങ്കിൽ നിങ്ങൾ ജോലിക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാവാം, ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നവരുണ്ടാവാം, പല പരിപാടികളിലേക്ക് പോകുമ്പോൾ എന്ന വെള്ളിയാഴ്ചക്ക് വേണ്ടി നിങ്ങൾ സ്പെഷ്യൽ ഡ്രസ്സ് ധരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ വെച്ച് തന്നെ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സുഗന്ധം പൂശുക എന്നത് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരു പ്രയാസമുള്ള കാര്യമാണോ? ഏതോ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടോ? ഇല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സുഗന്ധം പൂശാം. സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ആണുങ്ങളെ, പുരുഷന്മാരെ നിങ്ങൾ സുഗന്ധം പൂശുക എന്ന്. എന്നാൽ പെണ്ണുങ്ങൾക്ക് പാടുണ്ടോ? പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്. അതേ, അന്യ പുരുഷന്മാരെ വശീകരിക്കുന്നതിന് വേണ്ടി സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന ഒരു പെണ്ണ് വേശ്യയാണ് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് 3 അഭിപ്രായങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി. ഒന്നാമത് പറഞ്ഞു ഒരിക്കലും പോകാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞു അന്യപുരുഷന്മാർക്കിടയിലേക്കാണെങ്കിൽ തീരെ പോകാൻ പാടില്ല. സ്ത്രീകളടുക്കലേക്ക് മാത്രമാണെങ്കിൽ അവർക്ക് സുഗന്ധം പൂശാം. മൂന്നാമത് പറഞ്ഞു ചിലപ്പോ ശരീരത്തിൽ ദുർഗന്ധമുണ്ടാകും, എത്ര കുളിച്ചാലും നാറ്റമുണ്ടാകും, അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ലൈറ്റായ സ്മെല്ലുള്ള സുഗന്ധം പൂശാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. സുഹൃത്തുക്കൾ, അതുകൊണ്ട് ആണുങ്ങൾ ശ്രദ്ധിക്കുക, സുഗന്ധം പൂശുക. വെള്ളിയാഴ്ച ദിവസം അത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. ഇനി സുഹൃത്തുക്കളെ, 7ാമത്തെ കാര്യം പള്ളിയിലേക്ക് പുറപ്പെടുന്ന കാര്യമാണ്. എങ്ങനെയാ പള്ളിയിലേക്ക് വരേണ്ടത്? ഏറ്റവും നല്ലത് നടന്നു വരിക എന്നതാണ്. പലപ്പോഴും വീടിന്റെ അടുത്ത്, നമ്മുടെ പള്ളിന്റെ അടുത്തായിരിക്കും വീടുണ്ടാവുക, അവരൊക്കെ ബൈക്കിൽ വരുന്നു. ഒഴിവാക്കുക. ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമം നടന്നു വരിക എന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, അഅ്ലമ അജ്റ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, അവരടി വെക്കുന്ന സമയത്ത് ഒരു നന്മ അവരെ രേഖപ്പെടുത്തുകയാണ്, മറ്റേ കാലം വെക്കുന്ന സമയത്ത് ഒരു തിന്മ മായിക്കപ്പെടുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനതി അജ്റു സിയാമിഹാ വഖിയാമിഹാ. ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലം, ഒരു കൊല്ലം നിന്ന് നമസ്കരിച്ച പ്രതിഫലം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഓരോ സ്റ്റെപ്പിനുമുണ്ടെന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ഈ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ നോക്കൂ, ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ റിഫാഅത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു റിഫാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അങ്ങനെ ജുമുഅക്ക് പോവാൻ, പള്ളിയിലേക്ക് പോവാൻ. ആ സമയത്ത് അബൂ അബ്സ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. അബൂ അബ്സ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളിങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നു പോകുമ്പോ അവന്റെ കാലുകളിൽ പൊടി പുരണ്ടാൽ ആ സ്ഥലം, ആ ഭാഗം നരകം സ്പർശിക്കരുത് എന്ന് നരകത്തോട് അള്ളാഹു പറയും എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എത്ര വലിയ പുണ്യമാണ്, എത്ര വലിയ പ്രതിഫലമാണ് പള്ളിയിലേക്ക് നടന്നു വരുന്നതിലൂടെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? 8ാമത്തെ കാര്യം, പള്ളിയിലേക്ക് നേരത്തെ എത്തിച്ചേരുക എന്നതാണ്. പല ആളുകളുടെ അവസ്ഥ എന്താണ്? എപ്പോഴാണ് പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്? വളരെ വൈകിട്ടാണ് പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പള്ളിക്ക് നേരത്തെ എത്തിച്ചേരണമെന്ന് നീയത്തില്ല. നീയത്തുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ എനിക്ക് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്തണമെന്ന് വിചാരിച്ചാൽ, നീയത്ത് വെച്ചാൽ നടക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പരിപാടികൾക്ക് നേരത്തെ തന്നെ നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പല ആളുകളും എന്താ സംഭവിക്കുന്നത്? വൈകാൻ കാരണം എന്താണ്? ചില ആളുകൾക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം അവധിയായിരിക്കും, കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക. ഭർത്താമാരൊക്കെ പറഞ്ഞു 1:30 മണി 2 മണിക്ക് ഉറങ്ങാൻ കിടക്കാൻ സമയത്ത് 1:30 മണിയോ 2 മണിയോ ആയിട്ടുണ്ടാകും. പിന്നെ രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഉറങ്ങും. 10:30 11 മണിക്കൊക്കെ എണീക്കുക. പിന്നെ കുളിച്ച് മാറ്റി പള്ളിയിലേക്ക് വരുമ്പോ സ്വാഭാവികമായും നേരം വൈകിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ ചില ആളുകളോ വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടാകും, അങ്ങാടിയിലേക്കൊന്ന് വരും, ഹോട്ടലിലേക്കൊന്ന് വരും, ഹോട്ടലിൽ ആൾക്കാരൊന്ന് വർത്താനം പറഞ്ഞ് അങ്ങാടിയുള്ള സുഹൃത്തിനോടൊക്കെ സംസാരിച്ച് പള്ളിയിലേക്ക് വരുമ്പോഴേക്കും ഇമാം മിമ്പറിൽ കയറിയിട്ടുണ്ടാകും. നമ്മുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ മാറ്റേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. കാരണം സലഫുകളുടെ രീതി എന്ന് പറയുന്നത് എന്താണ്? വെള്ളിയാഴ്ച അതിരാവിലെ അത് വീട്ടിൽ നിറങ്ങുകയാണ്. നമുക്കറിയാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹാബത്തിന്റെ വർത്തമാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, വെള്ളിയാഴ്ച ദിവസം രാവിലാകുമ്പോഴേക്കും റോഡുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. ആരെക്കൊണ്ട്? സ്വഹാബത്തിനെ കൊണ്ട്. അവര് പള്ളിയിലേക്ക് പോവുകയാണ് എന്ന്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു എന്തുകൊണ്ടാണ് അവർ നേരത്തെ പള്ളിയിലേക്ക് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യഘട്ടത്തിൽ പള്ളിയിലേക്ക് വരുന്നവൻ ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത പ്രതിഫലം, 2ാമത്തെ ഘട്ടത്തിൽ വരുന്നവന് പശുവിനെ അറുത്ത് വിതരണം ചെയ്ത പ്രതിഫലം, 3ാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളിനോ ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്ത പ്രതിഫലം, 4ാമത്തെ ഘട്ടം ഒരു കോഴിനെ അറുത്ത് വിതരണം ചെയ്ത പ്രതിഫലം, 5ാമത്തെ ഘട്ടത്തിൽ പള്ളിയിലേക്ക് വരുന്നവന് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം,
നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു ഈ ഹദീസ് കണ്ടിട്ട്. ഈ ഹദീസ് കേൾക്കുമ്പോൾ ചില ആൾക്ക് തെറ്റിദ്ധരിച്ചത് എന്താണ്? പള്ളിയിലേക്ക് ആദ്യം കലെടുത്ത് വെക്കുന്നവൻ ആരാണോ അയാൾക്കാണ് ഒട്ടകത്തെ അറുത്ത വിതരണം ചെയ്ത പ്രതിഫലമുള്ളത്. അങ്ങനെയല്ല. ഈ സമയം 5 ഭാഗങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരം തിരിച്ചിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ ഭാഗം? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ബാങ്ക് കൊടുക്കുന്ന സമയം. അങ്ങനെ 5 ഘട്ടമാണ്. ഓരോ ഘട്ടം 1 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ആണ്. ആ ആദ്യ മണിക്കൂറുകളിൽ പള്ളിയിൽ എത്തുന്നവനാണ് ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത പ്രതിഫലം ലഭിക്കുക. ഇത് പറയുമ്പോ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാകും. ഇതൊക്കെ പറയുന്ന ഖതീബ് ബാങ്ക് കൊടുക്കാനുള്ള സമയത്തല്ലേ പള്ളിയിലേക്ക് വരുന്നത്? ഖതീബ് ആ സമയത്ത് എത്തിയാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമുക്കറിയാം, നബിയുടെ വീട് എന്ന് പറയുന്നത് മദീന പള്ളിയുടെ അടുത്തു തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന്റെ സമയമായാൽ പള്ളിയിലേക്ക് കയറുന്നു, നേരെ മിമ്പറിലേക്ക് കയറുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അതാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, എന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബുമാർ, ഇമാമുമാർ, പ്രഭാഷണം നടത്തുന്ന ആള് ബാങ്കിന്റെ സമയത്ത് പള്ളിയിലേക്ക് എത്തിച്ചേരുകയും ബാങ്കിന്റെ സമയമാകുമ്പോൾ മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിക്കുക എന്നതാണ്. അതേസമയം മഅ്മൂമീങ്ങൾ അവർ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തിരക്കുകൾ ഉണ്ടാവാം, ജോലി തിരക്കുകൾ ഉണ്ടാവാം. എത്ര വലിയ തിരക്കുകൾ ഉണ്ടെങ്കിലും നേരത്തെ എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പെങ്കിലും പള്ളിയിലേക്ക് എത്താൻ സാധിക്കണം എന്നതാണ്. എന്തുകൊണ്ടാണ്? ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളുടെ കവാടങ്ങൾ ഇരിക്കുന്ന മലക്കുകൾ അവരുടെ കൈകളിലുള്ള ഏടുകൾ അടച്ചു വെക്കുകയാണ്. ആദ്യം പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഇമാം മിമ്പറിൽ കയറുന്നത് വരെ പള്ളിയിലേക്ക് വരുന്ന ആളുകളെ അവർ പ്രസന്റ് എടുത്ത് ലിസ്റ്റിൽ രേഖപ്പെടുത്തുകയാണ്. ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഏടുകൾ അടച്ചു വെച്ച് അവർ ഖുത്ബ കേൾക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ നേരം വൈകി വരുന്ന ആളോ ആ ലിസ്റ്റിൽ പെടൂല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഇനി സുഹൃത്തുക്കളെ, പള്ളിയിലേക്ക് എത്തിച്ചേർന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു മൂലയിൽ പോയി ഇരിക്കലല്ല. എന്തു ചെയ്യണം? 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം. പള്ളിയിലേക്ക് വൈകി വന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസല്ലൈത, നീ നിസ്കരിച്ചിട്ടുണ്ടോ? യാ ഫുലാൻ, നീ നിസ്കരിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. ഖും, എഴുന്നേൽക്ക്, ഫർക്ക്, നീ 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ബാങ്ക് കഴിയട്ടെ എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിരിക്കാം. അത് ശരിയല്ല. മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നത് സുന്നത്താണ്, എന്നാൽ ഖുത്ബ കേൾക്കുക എന്നത് ഫർളാണ്. കൊണ്ട് ഫർളിനെ മുന്തിക്കുക, സുന്നത്തിനെ പിന്തിക്കുക എന്നതാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് കയറിയാൽ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് ഖുത്ബ കേൾക്കാൻ ഇരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളിൽ നിന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയത്. ഇനി സുഹൃത്തുക്കളെ, പള്ളിയിലേക്ക് എത്തിച്ചേർന്നാൽ എവിടെ ഇരിക്കണം? ചില ആളുകൾ ഇങ്ങനെ നോക്കും, എവിടെയാണ് ഫാൻ ഉള്ളത്, എവിടെയാണ് ഏസിന്റെ കാറ്റ് കൂടുതൽ കിട്ടുക, അവിടെ പോയിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളോ ഒരു മൂലയിൽ പോയിരിക്കും. ചില ആളുകളോ പുറത്തേക്കൊക്കെ നോക്കാൻ പറ്റുന്ന രൂപത്തിൽ ജനവാതിലിന്റെ അടുത്തോ ഗിൽസിന്റെ അടുത്തോ പോയിരിക്കുന്നിട്ട് പുറത്തേക്ക് അങ്ങ് നോക്കിക്കൊണ്ടിരിക്കും. ഇതല്ല ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഒരു മുസ്ലിമിന്റെ ശൈലി എന്താണ്? അവൻ ഇമാമിനോട് അടുത്തുള്ള സൊഫ ഏതാണോ അവിടെ പോയിരിക്കണം. അവിടെ സ്ഥലമുണ്ടോ അവിടെ തന്നെ ഇരിക്കണമെന്നതാണ്. അതാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. وَدْنُوا مِنَ الْإِمَامِ فَإِنَّ الرَّجُلَ لَا يَزَالُ يَتَبَاعَدُ حَتَّى يُؤَخَّرَ فِي الْجَنَّةِ وَإِنْ دَخَلَهَا. അങ്ങനെ ഒന്നാമത്തെ സുഫിൽ നിന്ന് ഇരിക്കാതെ പിറകോട്ട് പോയിരിക്കുന്ന, ഏറ്റവും പിന്നിൽ പോയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ശാരീരിക അവശതകൾ കൊണ്ടോ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പിന്നിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, മറിച്ച് അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നിട്ടൊരു മൂലയിൽ പോയിരിക്കുക ശരിയല്ല.
ഇവിടെ ഒന്നാമത്തെ സൊഫിൽ ഒഴിവുണ്ടോ? കയറിയിരിക്കണം. കാരണം അതിന് കൂലിയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ഇമാമിനോട് അടുത്തിരിക്കുന്ന സൊഫിന് വലിയ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി പറയാണ്, അങ്ങനെ പിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാലും ഏറ്റവും ബേക്കിലായിരിക്കും. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി, ഫയകൂന ദാലിക സബബൻ ഫീ തഖീരിഹി അൻ ദുഖൂലിൽ ജന്ന എന്ന്. അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വൈകുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച മര്യാദകൾ ധാരാളമുണ്ട്. നമ്മൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഒന്നാമത്തെ സൊഫിലേക്ക് വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആളുകൾക്കിടയിൽ ഗ്യാപ്പുണ്ടാക്കി മുന്നോട്ട് വരാൻ കഴിയണം. അല്ലാതെ ആളുകളെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് അവന്റെ കൈയും കാലൊക്കെ ഇരിക്കുന്ന ആളെ ദേഹത്ത് തട്ടി, തലയിൽ തട്ടി ആ നിലക്ക് മുന്നോട്ട് വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. ഇനി വന്നിരുന്നാൽ തന്നെ നമ്മൾ ഹബുവ നടത്താൻ പാടില്ല, കൈമുട്ട് കെട്ടിയിരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ചില ആളുകളുണ്ട്, ബാക്ക് ഭാഗം നിലത്തുകുത്തി രണ്ട് കാൽമുട്ടുകള് നാട്ടിവെച്ച് ആ കാൽമുട്ടുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുക. ചെയ്യാൻ പാടില്ല. അത് എങ്ങനെയാണ് എന്ന് ഗൂഗിളിൽ ഹബുവത്ത് അടിച്ചു കൊടുത്താൽ അതിന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യമാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഖുത്ബ കേൾക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നല്ല ശ്രദ്ധ ഉണ്ടാകണമെന്നാണ്. പല ആളുകളും അശ്രദ്ധയിലായിരിക്കും. ചില ആളുകൾ പുറത്തേക്ക് നോക്കി ആ പുറത്തുള്ള കാഴ്ചകളും കണ്ടിരിക്കുകയായിരിക്കും. ചില ആളുകളോ മൊബൈൽ ഫോൺ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ, അവനെ റീപ്ലൈ കൊടുക്കുന്ന തിരക്കിലായിരിക്കും. ചില ആളുകൾ കാർപ്പറ്റും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില ആളുകൾ നിസ്കാരപ്പായയുടെ അതിന്റെ നിസ്കാരപ്പായമ്മ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും പാടില്ല എന്നതാണ്. അങ്ങനെ അശ്രദ്ധയിലായിരിക്കുന്ന ആളിനെ എങ്ങനെയാണ് ജുമയുടെ പ്രതിഫലം കിട്ടുക? ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ മസ്സൽ ഹസ ഫഖദ് ലആ എന്നാണ്. ആരാണ് ചരൽ കല്ല് സ്പർശിച്ചത് അവൻ പ്രതിഫലം പാഴാക്കി കളഞ്ഞു, ജുമയുടെ പ്രതിഫലം പാഴാക്കി കളഞ്ഞു എന്നാണ്. ചരൽ കല്ല് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മുസൈക്കിട്ട പള്ളിയല്ല, തറയുള്ള പള്ളിയല്ല, മണലാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? ചരക്കല്ല് ഇങ്ങനെ കളിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങ് ചരക്കല്ല് കളിച്ചാൽ നിങ്ങളുടെ ജുമയുടെ പ്രതിഫലം പാഴായി പോയി എന്നാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്ക രേഖപ്പെടുത്തുകയാണ്, വമൻ ലആ എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫലാ ഹല്ല, അവന് ഓഹരിയില്ല, ലഹു അവനില്ല, മിൻ അജ്രിൽ ജുമുഅ, ജുമുഅയുടെ പ്രതിഫലത്തിന് യാതൊരു പ്രതിഫലവും അവനില്ല. വഇന്നമാ ഹല്ലുഹു, അവന്റെ ഓഹരി, വനസീബുഹു, അവന്റെ വിഹിതം, മിൻഹാ ഹുവ കലാമുഹു ഔ ഫിഅലുഹു, അവന്റെ പ്രവർത്തനവും. അതേപോലെ ജുമ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ സംസാരവും മാത്രമാണ് എന്നാണ്. സുഹൃത്തുക്കളെ, ഇനിയും ഈ വിഷയത്തോട് ഒരുപാട് കാര്യങ്ങൾ ചേർത്തി പറയാനുണ്ട്. അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അവസരം കിട്ടുകയാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അല്ലാഹുവേ, ജുമയുടെ മര്യാദകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തവരാണ്. അല്ലാഹുവേ, നിന്റെ മഹലായ ഫളിൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവയുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് നല്ല ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരായ
സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ കഴിഞ്ഞുകൂടുവാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.